ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് തന്നെ വീഡിയോയിൽ രാവിലെ മുതൽ ഉച്ച വരെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഫുഡിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്കിൻ കെയർ റൊട്ടീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒന്നും കൂടി പറയാം, വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ തന്നെ അലാറൊക്കെ വെച്ചിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഭയങ്കര മടിയായിരിക്കും ഇപ്പം എല്ലാവരും അല്ലേ, നല്ല മഴയൊക്കെ ആയതുകൊണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കിത് കുട്ടികളൊക്കെ മദ്രസയും സ്കൂളൊക്കെ പറഞ്ഞേക്കേണ്ടതല്ലേ. അങ്ങനെ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത പണി എന്ന് വെച്ചാൽ ഞാൻ ഫേസ് വാഷ് രാവിലെ തന്നെ ഉപയോഗിക്കാൻ നിൽക്കാറില്ല കേട്ടോ. ഇത് 2 മാസത്തോളമായി ഈ ഒരു പൊടി ഉപയോഗിക്കുന്നത്. എൻ്റെ മുഖത്തൊക്കെ സ്കിന്നൊക്കെ നല്ല മാറ്റമുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇതിൽ ചേർത്ത പൊടികൾ എന്ന് വെച്ചാൽ ചെറുപയറില്ല, അത് നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിപ്പിക്കുക. അതിലേക്ക് കടലപ്പൊടിയും അതുപോലെ നാടൻ മഞ്ഞൾപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉണങ്ങിയ ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. ഞാനിത് ഉപയോഗിക്കുന്നത് രാവിലെയും വൈകിട്ടും മാത്രമാണ്. ഏകദേശം രാത്രി ഒരു 7 മണി 8 മണി സമയത്ത് ഇത് തേച്ചിട്ട് നന്നായിട്ട് നമുക്ക് മുഖത്തുള്ള സോഫ്റ്റും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ്സൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഫേസൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. എടുത്ത് വെച്ചാൽ ആ സമയം തന്നെ ഞാൻ വാഷ് ബേസിൻ കഴിയും കേട്ടോ. അവിടെ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെയിലി ക്ലീൻ ആക്കി അത്ര പണിയൊന്നും വരികയില്ല. കുട്ടികളൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നില്ലേ, ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷിലോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ക്ലീൻ ആക്കി എടുക്കല്ലേ വേണ്ടു. അങ്ങനെ ഒന്ന് ബെഡ്റൂമിലെത്തി മുഖമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് ഹാളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 6:30 മണിയാവും പുറത്തേക്ക് കിച്ചണിലേക്ക് ഇറങ്ങാൻ. കുട്ടികൾക്ക് മദ്രസയിലേക്ക് പറഞ്ഞേക്കേണ്ടതല്ലേ. ഇപ്പോൾ ഏകദേശം 2-3 ദിവസം അടുപ്പിച്ച് ഭയങ്കര മഴ തന്നെ അല്ലേ. രാവിലെ ഡോർ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മഴ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നല്ല തണുപ്പുണ്ടല്ലോ. കുറേ ചെടിയൊക്കെ മാറ്റി വെച്ചിട്ട് കാർപോച്ചിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം അധികം മഴവെള്ളം കൊള്ളുമ്പം ഈ കേടായി പോകുന്ന ചെടികളുണ്ടല്ലേ, അതൊക്കെ ഞാൻ ഈ കാർപോച്ചിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ഫിൽറ്ററൊക്കെ പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം കുറച്ചായി ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നത്. അതിലേക്ക് വെള്ളം കുടിക്കുന്ന ശീലം ഇല്ലായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഒഴിച്ചപാട് എനിക്ക് വേണ്ട ചായയാണ്. ഒരു ശീലം ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് നല്ലതായി തോന്നുന്നുണ്ട് എനിക്ക്. നമുക്ക് രാവിലെ തന്നെ വെള്ളം കുടിച്ചാൽ വേറെ തന്നെ ഒരു 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 മാറ്റം നമുക്ക് തന്നെ മനസ്സിലാവും. അത് ചായ കുടിച്ചാൽ ഒരു ക്ഷീണം നമുക്ക് മാറാത്തത് പോലെ ഉണ്ടാകാം. വെള്ളം കുടിച്ചാൽ വേറെ തന്നെ നമുക്കൊരു സ്മാർട്ടായി തോന്നും കേട്ടോ. ഒരു ഉഷാറ് വേറെ തന്നെ നമുക്ക് തോന്നലുണ്ട്. അങ്ങനെ വേഗം തന്നെ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഉറപ്പായിട്ടും സ്കൂളിലേക്ക് സ്നാക്സിന് കൊണ്ടുപോകാൻ പാൻ കേക്ക് വേണമെന്ന്. എൻ്റെ മിന്നു ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാൻ കേക്ക്. കുറേ ദിവസമായി പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മദ്രസ വിട്ട് വരുമ്പോൾ സർപ്രൈസായിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന്. കുട്ടിക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ ചേർക്കുന്ന ഒരു മുട്ടയുണ്ട് കേട്ടോ. ഒരു മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ മഞ്ഞയിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ഇല്ല നന്നായിട്ട് ചേർത്തിട്ട് മിക്സൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളയിലേക്ക് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വീഡിയോ മിസ്സായതാണ്. അപ്പോൾ ഒരു നുള്ളിൽ നമുക്ക് എന്താക്കാം ബേക്കിംഗ് സോഡ ഇല്ല അത് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഏകദേശം പഞ്ചസാരയൊക്കെ നന്നായി കലങ്ങിയ ശേഷം ഞാൻ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയില്ല അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മൈദപ്പൊടി നന്നായിട്ട് ടൈറ്റ് വരുമ്പം ലേശം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ട് വരേണ്ട ആവശ്യമില്ല. കുറച്ച് ടൈറ്റ് വരും പേസ്റ്റ് രൂപത്തിൽ. കുറച്ച് ടൈറ്റിൽ ആ ഒരു രൂപത്തിൽ നന്നായിട്ട് ആ ഒരു രീതിയിലാവുന്നത് വരെ നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് ഏകദേശം 1 ടീസ്പൂണും ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, അധികം ലൂസാവാൻ പാടില്ല. ഇതിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു മീഡിയത്തിൽ മാത്രം വെക്കുക കേട്ടോ. മീഡിയത്തിൽ വെച്ചാൽ അധികം തീ കൂട്ടാനും തീ കുറക്കാനും പാടില്ല. അപ്പോൾ ഈ ഒരു മീഡിയത്തിൽ വെച്ചാൽ അതിൽ കുറച്ച് ബബിൾസൊക്കെ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ ആയ ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഒരു മുട്ടയ്ക്ക് ഏകദേശം 5-6 ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ന്യൂട്രല്ല അതുപോലെ തന്നെ പീനട്ട് ബട്ടറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അതിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തേനിൽ ഒഴിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ തേനിൽ വെച്ചിട്ടാണ് കുട്ടിയൊക്കെ ഞാൻ കൊടുക്കുന്നത്. ഞാൻ സ്കൂളിലേക്ക് സ്നാക്സ് കൊടുത്തേക്കുന്നത് ഞാൻ. അങ്ങനെയെല്ലാം പാൻ കേക്ക് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പാൻ കേക്ക് എടുത്ത് ചായ കുടിക്കലാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ പണി ഒരിക്കൽ തിരക്കേണ്ടത്. കാരണം നമ്മൾ ഒരു പണി പിന്നത്തേക്ക് വെച്ചാൽ പിന്നെ എല്ലാം ലേറ്റ് ആവല ഉണ്ടാകുക. നമ്മൾ ഡെയിലി ചെയ്തു തരുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. ഒരു പണി പിന്നെ മടിച്ചിട്ട് പിന്നത്തേക്ക് വെച്ചാൽ പിന്നെ സമയം പോകുന്ന അറിയില്ല. ഫുള്ളും താളം തെറ്റിലായിരിക്കും ഉണ്ടാകുക. പിന്നെ ലാസ്റ്റ് ചിന്തിക്കുക എല്ലാം ആദ്യം ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു എന്ന്.
നമ്മൾ കുറേ ദിവസമായി അടുപ്പിച്ച് മീനൊന്നും വാങ്ങിക്കാറില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം എന്താണെന്നറിയില്ല, മീനൊക്കെ കൂടെ ഒരു പേടിയൊക്കെ പോലെയാണ്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. കുട്ടിയൊക്കെ എൻ്റെ മൂത്ത മോള് ജുമി സ്കൂളിൽ പോകുമ്പോൾ ചോറൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. അവൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഭക്ഷണമാണ് വേണ്ടത്, രാവിലത്തെ നാസ്തയാണ് വേണ്ടത്. അപ്പോൾ അവൾക്ക് വേണ്ടിയത് ഇപ്പം മക്രോണി കുറച്ച് ദിവസം മക്രോണി ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളത് മക്രോണി ഉണ്ടാക്കിയാൽ അവൾക്ക് മയോണൈസ് ഒഴിച്ചിട്ടാണ് മക്രോണി ഇഷ്ടം. പക്ഷേ സ്കൂളിലേക്ക് കൊണ്ടുപോകും, അതൊന്നും ശരിയല്ലല്ലോ, മുട്ടൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിൽ വേറെ ടൈപ്പിലാണ് മക്രോണി ഉണ്ടാക്കുന്നത്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് മസാല ഉണ്ടാക്കിയാൽ, മക്രോണി ഉണ്ടാക്കിയാൽ. ഞാൻ മക്രോണി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ തലേദിവസം രാത്രി ഞാൻ മസാലയൊക്കെ പരക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ എന്തും തന്നെ ആയിക്കോട്ടെ, തലേ ദിവസം ഞാൻ രാത്രി എല്ലാം ഇതുപോലത്തെ മസാലയൊക്കെ പരക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കുറച്ചുകൂടി ടേസ്റ്റും കൂടും, കുറച്ചുകൂടി പണി നമുക്ക് വളരെ എളുപ്പത്തിലാവുമല്ലോ. ജസ്റ്റ് പാൻ വെച്ച് പൊരിച്ചെടുക്കൽ വേണം രാവിലെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്രോണിൻ്റെ ഒരു അര വെള്ളമില്ല, നമ്മൾ വാർത്തെടുത്ത വെള്ളം ഒരു അര കപ്പ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓയിലൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം വെച്ചാൽ ചിക്കൻ പൊരിച്ചതിൻ്റെ ഓയിൽ കൂടുതൽ മിക്സാക്കി ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഉള്ളി പെട്ടെന്ന് തന്നെ വാണ്ടി ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഓൾറെഡി നമുക്ക് ചിക്കൻ പൊരിച്ചിൻ്റെ മസാലയൊക്കെ എരിവാണല്ലോ, അതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഞാൻ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്, മസാലയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ പൊരിച്ച ഫ്രൈ പാനിൽ വെച്ച ഈ ഓയിലും ചിക്കൻ പൊരിച്ചൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. മല്ലിയില്ലാത്തതുകൊണ്ട്, മല്ലിയില്ലെങ്കിൽ ഈ ആഫ്രിക്കൻ മല്ലിയില്ല, അതെൻ്റെ വീട്ടിൽ വിടുത്തുണ്ട്. അപ്പോൾ അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്, മല്ലിയിൽ അധികം ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 1.5 തക്കാളി എടുത്തത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം അതിലൊന്ന് മസാലയൊക്കെ പിടിച്ച ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നേരത്തെ വേവിച്ച മക്രോണി ഇല്ലേ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾ സാധാരണ മക്രോണിക്ക് ഉപയോഗിക്കുന്ന മസാല എടുത്തോട്ടോ, ഉള്ളിയും തക്കാളിയും പച്ചമുളക് അധികം എടുത്താൽ മതി. എൻ്റെ മോൾക്ക് അധികം ഈ ഒരു മസാലയൊക്കെ വരുന്ന ഇതിൽ ഉള്ളിൻ്റെ ഒക്കെ വരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചെറിയ ഉള്ളിയൊക്കെ എടുത്തത് ഞാൻ. ഇത് നന്നായിട്ട് ഇളക്കി എടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നേരത്തെ മാറ്റി വെച്ച മക്രോണിൻ്റെ വെള്ളം ഇല്ലേ വേവിച്ച് വെച്ചാൽ അതിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മക്രോണിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കട്ടെ. ഉള്ളിയും തക്കാളിയൊക്കെ ജസ്റ്റ് എൻ്റെ മൂത്ത മോൾക്ക് അധികം ഉള്ളിയൊന്നും വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മസാലയൊക്കെ ഞാൻ കുറച്ചത് അതിൽ ഉള്ളി ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ അധികരിപ്പിച്ചാൽ മതി. തക്കാളി അതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിലാക്കാൻ ശ്രദ്ധിക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ സിംബയും ലാസിയൊക്കെ ഫുഡിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് വിശക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ സ്കൂളിൽ പറഞ്ഞൊക്കെ തിരക്കിലല്ലേ, ഫസ്റ്റ് അവർ പറഞ്ഞ സമാധാനത്തിൽ കൊടുക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് അവർ പറഞ്ഞാൽ പറഞ്ഞ് കുറേ പണി ഒരുങ്ങിയ പോലെയാണ് സ്കൂളിലേക്ക് പറഞ്ഞല്ലേ. അങ്ങനെ അവർക്ക് വേണ്ട ഫുഡൊക്കെ റെഡി കൊടുക്കുന്നത് തിരക്കിലാണ്. മദർസൊക്കെ വിട്ടതിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. തേനൊക്കെ ആദ്യം ഒഴിച്ചതുകൊണ്ട് ഫുൾ സെറ്റ് തന്നെ കേട്ടോ. സ്നാക്സും കാര്യങ്ങളും വാട്ടർ ബോട്ടിലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 9:30 മണിക്കാണ് മിന്നുവിന് വണ്ടി വരിക. ആ സമയത്തേക്ക് എല്ലാം റെഡി കാത്തു നിൽക്കണമല്ലോ. മദർസ വിട്ടാൻ ഏകദേശം 8:50 എങ്ങനെയാവും, ഒരു 3/4 മണിക്കൂർ കൊണ്ട് എല്ലാം റെഡി ആയിരിക്കണം. അങ്ങനെ മിന്നു ജുമി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എന്നെ അടുത്ത് എൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഇതെൻ്റെ മക്കളെ പോലെ തന്നെ കേട്ടോ. ലാസി, സിംബ, വെല്ല 3 അധികം ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ, നിങ്ങൾ എന്താ ഇത്ര കഷ്ടപ്പെട്ട് ഫുഡൊക്കെ കൊടുക്കാൻ നിൽക്കുന്നത്, പൈസ അധികം എന്നൊക്കെ. പക്ഷെ എനിക്കത് പണ്ട് ഞാനിത് പൂച്ചക്കുട്ടികൾ സെയിൽ ചെയ്യുന്നതാണല്ലോ, ആ ഒരു പൈസയൊക്കെ ഫുഡും കാണാൻ വാങ്ങിക്കുന്നത്, നഷ്ടമല്ല ആവുമെന്നില്ല. പക്ഷെ എന്നാലും പണ്ട് മുതൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളൊക്കെ തന്നെ. എൻ്റെ വീഡിയോസ് കാണുന്നതൊക്കെ അറിയായിരിക്കും. അതൊക്കെ ഇനി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് അടിച്ചു വരണ്ടിട്ട്. നല്ല മഴക്കാർ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പ്രതീക്ഷിക്കാണ്ടോ പെട്ടെന്ന് നല്ല മഴ വന്നിട്ടാ എൻ്റെ അടിച്ചു പോലൊക്കെ പകുതിക്കായി പോയിനി. നല്ല മഴയും കാറ്റും വന്നു തുടങ്ങി. മഴ ശക്തി പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം തന്നെ മഴ പോയിനി. പിന്നെ അതിന് ശേഷം അടിച്ചൊക്കെ വാരിയ ശേഷം നിലത്തേക്ക് കയറിയത് ഞാൻ. പിന്നെ അടുത്ത നമ്മൾ മെയിനായിട്ടുള്ള പണി എന്ന് വെച്ചാൽ കിച്ചൺ ക്ലീൻ ആക്കണം അല്ലേ. അതാണ് ഏറ്റവും വലിയ മടിയുള്ള കാര്യം എല്ലാവർക്കും.
നമുക്കത് അത്ര വലിയ മടിയാണെങ്കിൽ തന്നെ ഒരു കിച്ചൺ ക്ലീൻ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ കിച്ചണിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു സമാധാനം പോലെ നമ്മൾ തന്നെ ക്ലീൻ ആക്കി എടുത്തല്ലേ ഫുള്ള് ഒരു കാണുമ്പോൾ വേറെ തന്നെ നമുക്കൊരു സമാധാനം തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് ഈ വാൾ ഹുക്കില്ലേ, ഈ പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്ന ഒട്ടിക്കുന്നത് കുറച്ച് 100 രൂപയ്ക്ക് ഓഫറിന് വാങ്ങിച്ചിട്ടായിരുന്നു 25 കിട്ടിന് കേട്ടോ. എനിക്ക് നല്ല ഉപകാരം തോന്നിയത് കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു ഓരോ വലിയ സ്പൂണും കാര്യങ്ങളും ഓരോ ഇങ്ങനെ എല്ലായിടത്തും പരിധി ആവശ്യമില്ലല്ലോ. നമുക്ക് കൺമുന്നിൽ തന്നെ വെച്ചാൽ കുറച്ചൊക്കെ പണി കുറച്ചും കൂടി വേഗം നമുക്ക് ഒരുങ്ങി കിട്ടുമല്ലോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഹൂക്കിലേക്ക്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ ശേഷം ഞാൻ ലാസ്റ്റ് അവസാനം ഈ മഴക്കാലമൊക്കെ അല്ലേ ഈ അണുങ്ങുന്ന സാധനമൊക്കെ ഉണ്ടാവില്ല ഇതിങ്ങനെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഡെറ്റോൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ എല്ലാം തുടച്ച് ക്ലീൻ ആക്കി കിട്ടും. അതാകുമ്പോൾ കുറേ പരിധി അതൊക്കെ സമാധാനം കിട്ടും നമുക്ക്. ഫുള്ളൊന്ന് കിച്ചണൊക്കെ ഒന്ന് ഞാൻ തുടച്ചെടുക്കും. ഞാൻ ഡെറ്റോൾ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഞാൻ നല്ലൊരു ഇതായി തോന്നുന്നുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ ഫുള്ളൊരു വൃത്തിയായി ക്ലീൻ, നല്ല സ്മെല്ലും ഉണ്ടാവും. ഈ ഒരു ഈച്ച അണുങ്ങോ കാര്യങ്ങളൊന്നും വരികയും ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ മരത്തിൻ്റെയൊക്കെ ബോക്സും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നതനുസരിച്ചിട്ട് ഈ വെള്ളമൊക്കെ തട്ടുമല്ലോ. വെയിലാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, ഒരു പൂപ്പൽ കാര്യങ്ങളൊക്കെ വരും അല്ലേ. അത് വല്ലാത്തൊരു ഇടങ്ങാറായി തോന്നുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ അത് വെള്ളമൊക്കെ തട്ടിയിട്ട് ഫുൾ പൂപ്പൽ പോലൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ ഇതൊരാഴ്ച കൂടുമ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന പണി തന്നെയാണ്. അല്ലെങ്കിൽ അത് പൂപ്പലായി പച്ചക്കറൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആഴ്ച ക്ലീൻ ആക്കി ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ വലിയ പാത്രങ്ങളൊക്കെ ഞാനിങ്ങനെ ഉണങ്ങാൻ വെക്കും. ഞാൻ കിച്ചൻ്റെ ബേസിൻ്റെ ഭാഗത്ത് തന്നെ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ പാത്രം കഴിഞ്ഞ ശേഷം ഇത് തുടച്ചിട്ടാണ് ഇത് സൈഡിൽ വെക്കുക. അതുകൊണ്ട് പാത്രം പൊളിയുന്ന പാത്രമൊക്കെ അല്ലേ അതുപോലെ തന്നെ തുടച്ചിട്ട് വെക്കും ഞാൻ. നമ്മൾ രാവിലെ തൊട്ട് ഉച്ച ഏകദേശം 12:30 മണി നമുക്ക് നിർത്താണ്ട് ചെയ്താൽ ഇപ്പോൾ കുറേ പണിയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അത് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ലേറ്റായി പോകുന്നത്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ മാറ്റം വെച്ച് ഞാൻ മാഷാ അല്ലാഹ് ഇനി കുറേ മാറാനുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം 11 മണിയായിട്ടുണ്ടാകും. 11 മണിക്ക് കുറേയൊക്കെ പണി എൻ്റെ ഏകദേശം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അടിച്ചുവാരും ക്ലീനിങ് ഒക്കെ ബാക്കി ഉണ്ടായാലും അതിന് ലാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ പോയത് ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചെടിയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 ദിവസം കൂടെ മാറ്റം കിട്ടും. നമ്മൾ കണ്ടന്റ് കാണാൻ നമുക്കൊരു മടുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അപ്പുറം ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലവറും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പുറം മാറ്റി വെക്കും ഞാൻ. വീട്ടിൽക്കുള്ളിൽ കഴിഞ്ഞിട്ട് ഏകദേശം 3-4 മാസത്തിന് ആയല്ലോ. അപ്പോൾ എത്ര നമ്മൾ 3-4 മാസം കഴിഞ്ഞാലും ആരെങ്കിലും ഗസ്റ്റായിട്ട് വന്നുകൊടുക്കും. അപ്പോൾ ഭയങ്കര ടെൻഷനായി. നമുക്ക് ആ സമയത്ത് തന്നെ എനിക്ക് വീടൊക്കെ എന്ത് കലങ്കോലം പോലെ ഉണ്ടാകാം. ഇത് ഫുള്ള് ക്ലീനാക്കി വെച്ച് ഡെയിലി ചെയ്താൽ പിന്നെ ആരും ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പണിയാണ് ഈ അടിച്ചു വരല്ലേ. ഉള്ളൊക്കെ തുടച്ച് കഴിഞ്ഞ് അടിച്ചു വരുമ്പോൾ ഏകദേശം 12:30-1 മണി ഇങ്ങനെ കിട്ടാം. അപ്പം ആ സമയത്ത് ഞാൻ കിച്ചണിലെ വർക്കൊക്കെ ചെയ്യാൻ നിൽക്കലുണ്ട് ഞാൻ. പിന്നെ ഉമ്മയാണ് ഉച്ചൻ്റെ പണിയൊക്കെ ഉമ്മയാണ് അത് അധികം ചോറും കറിയൊക്കെ ആക്കാൻ നിൽക്കൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഞാൻ കാണിക്കാത്തത്. അതിൻ്റെ കൂടെ ഞാനും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കലുണ്ട്. ഈ നാസ്തയൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ രാത്രി ഭക്ഷണം എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എനിക്ക് ചോറൊക്കെ വെക്കാൻ കുറച്ച് മടി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടൊന്ന് ഉച്ചക്കധികം ഉമ്മ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കൽ. പക്ഷെ എന്നാലും ഞാൻ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഉമ്മാന. പിന്നെ വേദന ഉമ്മ മീനൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ആ വേദന പൊരിക്കാൻ നിൽക്കലാണ്. എനിക്ക് ഈ മത്തിൻ്റെ കിണറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാവിലെ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മത്തി അങ്ങനെ കൂട്ടാൻ നിൽക്കില്ല, പക്ഷെ മത്തിൻ്റെ കിണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രൈ ചെയ്താൽ. ഞാൻ ഈ മത്തിൻ്റെ അയിലേൻ്റെ മാത്രമൊക്കെ ഒരു മുട്ട മീൻസ് അതൊക്കെ കഴിക്കാൻ നിൽക്കും. ബാക്കി വലിയ മീനൊന്നും കഴിക്കാൻ നിൽക്കില്ല കേട്ടോ. അങ്ങനെ മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ മത്തിച്ചാറൊക്കെ വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ അധികം കുറേ കറി വിഭവങ്ങളാക്കാൻ നിൽക്കില്ല. സിമ്പിളായിട്ടൊരു കറി, വറവ്, അതൊരു പൊരിച്ചത്, അങ്ങനെ എന്തെങ്കിലും വേണ്ടും കേട്ടോ. കുറേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ സാമ്പാറും ചോറ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കുറേ കറി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കൽ. അങ്ങനെ ഏകദേശം 1 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ എന്താ പറയുക പണിയും കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് തിരക്കിട്ട് കുറേ സമയം കേടി പോകണമെന്നില്ലല്ലോ. ഒരു മണിക്ക് നമ്മളൊക്കെ പണിയും കാര്യം ഒരുങ്ങിയിട്ട് പിന്നെ അൽഹംദുലില്ലാഹ് കുളി നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1:30 മണിയായിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ നമുക്ക് വേറെ കാണുമ്പോൾ വേറെ സമാധാനം എല്ലാം ക്ലീൻ നോക്കുമെന്നുണ്ടല്ലേ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത പണി എന്ന് വെച്ചാൽ ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫേസ് റോളറില്ലേ, നമുക്ക് നല്ല ഉപകാരം തോന്നും കേട്ടോ. അതിൻ്റെ കൂടെ ഒരു മസാജ് ചെയ്യുന്ന മാർബിൾ പീസ് വേറെ ഉണ്ട്. ഞാനത് ചെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ മുഖവും കാര്യങ്ങളും ശ്രദ്ധിക്കണമല്ലോ. നമ്മുടെ മുഖത്തുള്ള എന്താ പറയുക നമ്മളെ ഈ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മളെല്ലാം മുഖത്ത് മസാജും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് എപ്പോഴും എങ്ങനെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ മുഖമൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ വൈക്കങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഈ മുഖത്ത് മസാജ് ചെയ്യാം. ഫേസ് റോളർ അടിക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ കുറേ ഷോർട്സിന് നമുക്ക് എങ്ങനെ മസാജ് ചെയ്യേണ്ടതൊക്കെ യൂട്യൂബ് കാണിക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രീം എടുത്ത് ജസ്റ്റ് ഇങ്ങനെ മുഖത്ത് നന്നായിട്ട് ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്താക്കി ഈ ഒരു മസാജിൻ്റെ ഫേസ് റോളർ വെച്ചിട്ട് നന്നായിട്ട് മുഖത്ത് അങ്ങനെ ഉപയോഗിക്കേണ്ടതൊക്കെ യൂട്യൂബിൽ
ഉണ്ടാവുമല്ലോ, മൂക്കിൻ്റെ ഭാഗത്തു നിന്ന് എന്താ പറയുക ചെവിൻ്റെ ഭാഗത്തേക്കും നെറ്റിൻ്റെ ഒക്കെ എല്ലായിടും നന്നായിട്ട് അത് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പുണ്ടാകും കേട്ടോ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേറെ തന്നെ മുഖത്ത് വേറെ തന്നെ ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് തോന്നും നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. നല്ലൊരു എന്താ പറയുക, എനിക്ക് നല്ലതായി തോന്നി. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്തത് ഞാൻ. നമുക്ക് ഒരുപാട് ഗുണമൊക്കെ ഇതിനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ലാസ്റ്റ് അവസ്ഥ ഞാൻ ഇതുപോലെ നിവ്വൻ്റെ ഹാൻഡ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഈ കിച്ചണിൽ ഈ മുളക് അതിലെക്സ് കാര്യങ്ങൾ ഡെറ്റോൾ എല്ലാം നമ്മൾ കൈകൾ ഇങ്ങനെ ഏതായാലും ആവുമല്ലോ, എത്ര കഴുകിയാലും ലാസ്റ്റ് നമുക്ക് റിലാക്സിന് വേണ്ടിയിട്ട് നല്ലോണം മസാജ് ചെയ്യാം. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം കൊണ്ട് ഞാൻ നിവ്വൻ്റെ ഹാൻഡ് ക്രീം ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം ഫ്രഷ് ആയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് നന്ന റിലാക്സ് ആയിട്ട് കുറച്ച് നമുക്ക് കിടക്കും കേട്ടോ. അതിനുശേഷം ചോറിക്കാൻ നിൽക്കും ഞാൻ. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉച്ച വരെയുള്ള. അപ്പോൾ നിങ്ങൾക്ക് നല്ല വീഡിയോ ഇഷ്ടമായി തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.